അടുത്ത കാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രചരണമാണ് മൂന്ന് മുന്നണികളും കേരളത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. തുടർഭരണം എന്നത് തുടർച്ചയായ ഭരണമാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി LDF ഉള്ളപ്പോൾ നീണ്ട 10 വർഷത്തെ പ്രതിപക്ഷ ഭരണത്തിനു ശേഷം എങ്ങനെയും അധികാരം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് UDF-ന് ഉള്ളത്. എന്നാൽ ഇപ്പോൾ BJP-യുടെ ലക്ഷ്യമെന്താണെന്നും അവർക്ക് കേരളത്തിൽ ഭരണത്തിലെത്താൻ പറ്റുമോ എന്ന തന്റെ ഒരു നിരീക്ഷണം ലേശം പോലും സങ്കോചമില്ലാതെ വെട്ടിത്തുറന്നു പറഞ്ഞു വന്നിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി. മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ: ഇന്ത്യയിൽ 550 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 20 മണ്ഡലങ്ങൾ മാത്രമുള്ള കേരളം ലഭിച്ചിട്ട് വേണ്ട BJP-ക്ക് കേന്ദ്രഭരണം നിലനിർത്താൻ. അതുകൊണ്ടുതന്നെ കേരളത്തെ അവർ കാണുന്നത് ഒരു അന്യരാജ്യത്തെ പോലെയാണ്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ 50% ഉള്ളതുകൊണ്ടുതന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടിപ്പോയാൽ 10 സീറ്റ് കിട്ടിയേക്കും. ന്യൂനപക്ഷങ്ങൾ ഉറച്ചുനിന്നാൽ ഒരിക്കലും കേരളത്തിൽ BJP സഖ്യത്തിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ടുതന്നെ കേന്ദ്ര BJP നേതൃത്വത്തിന് കേരളം എന്നത് ഒരു നേരമ്പോക്ക് മാത്രമാണ്. എന്നാൽ കേരളത്തെ വെച്ച് അവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. കേരളത്തെ ഒരു ഭീകര സംസ്ഥാനമായി ചിത്രീകരിച്ച് ഉത്തരേന്ത്യയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക. ഇതാണ് സത്യത്തിൽ BJP-യുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ടാണ് കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ അവർ പടച്ചുവിടുന്നതും. കേരള സ്റ്റോറി എന്ന സിനിമ BJP-യുടെ സർവ്വ ആശീർവാദത്തോടും കൂടി ഇന്ത്യയിലെ തിയേറ്ററുകളിൽ റിലീസാകുമ്പോൾ കേരളത്തിന് അത് അപമാനമാണെന്നും മലയാളികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്നും BJP-ക്ക് നന്നായിട്ടറിയാം. എന്നാൽ മലയാളികളുടെ ഇഷ്ടം അവർക്ക് നോക്കേണ്ട കാര്യമില്ല. കേരളം അവർക്ക് ഉത്തരേന്ത്യക്കാരെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രദേശം മാത്രമാണ്. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടുതന്നെ കേരളത്തിൽ ഒരു കാലത്തും അധികാരത്തിൽ വരരുതെന്നാണ് കേന്ദ്ര BJP നേതൃത്വം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ BJP-ക്ക് വേണ്ടി രാപകൽ വെള്ളം കോരുന്ന തിരക്കിലാണ് കേരളത്തിലെ വിഡ്ഢികളായ സംഘികൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറ് പോലെ പണിയെടുക്കുകയാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ പദ്ധതി മറ്റൊന്നാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു. നാലോട്ടിനു വേണ്ടി ഇവർ വീടുകൾ തോറും കയറി നടക്കുകയാണ്. പക്ഷേ ഇവരുടെ മട്ടുംഭാവവും കണ്ടാൽ തോന്നും ഇപ്പോൾ കേരളം പിടിച്ചുകളയുമെന്ന്. ഒരുപക്ഷെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1-2 സീറ്റ് BJP-ക്ക് കിട്ടിയേക്കാം. അതൊരു 10 സീറ്റ് വരെ നീട്ടാൻ BJP-ക്ക് സാധിച്ചേക്കും. എന്നാൽ അതിൽ കൂടുതൽ BJP-ക്ക് ഒരിക്കലും കേരളത്തിൽ കിട്ടില്ല. കാരണം കേരളം സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. അരുന്ധതി റോയ് പറഞ്ഞതുപോലെ തീവിറകിനോട് എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് BJP കേരളത്തോട് ഞങ്ങൾക്ക് വോട്ട് തരുമോ എന്ന് ചോദിക്കുന്നത്. BJP വന്നാൽ കേരളത്തെ മുടിപ്പിക്കുമെന്ന് മലയാളികൾക്ക് നന്നായിട്ടറിയാം. വെറുതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എല്ലാ ദിവസവും അവിടുന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ബാബരി മസ്ജിദ് പള്ളി പൊളിക്കൽ, ശിവലിംഗം തപ്പൽ, കേരള സ്റ്റോറി തുടങ്ങിയവ. ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് അവിടെയുള്ളവർക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തോന്നുന്നത്? മമ്മൂട്ടി കൂട്ടിച്ചേർത്തു.